ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. കഴിഞ്ഞ ദിവസം സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ സൺഡേ സ്കൂൾ ക്ലാസ്സിലെ ഒരു കുട്ടി ഇപ്രകാരം ചോദിച്ചു: അച്ഛാ, ഉള്ളിൽ മറ്റുള്ളവരോട് ദേഷ്യം വെച്ചുകൊണ്ട് അവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഈ ഉള്ളിൽ ദേഷ്യമുണ്ട്, പക്ഷേ ആ കുട്ടി ഉദ്ദേശിച്ചത് കുട്ടിയുടെ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഒന്നും ഈ ദേഷ്യം കുട്ടി പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വെറുപ്പ് കുട്ടി പ്രകടിപ്പിക്കുന്നില്ല. അത് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ശരിയെ അവർക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ചില മാനേജ്മെൻറ്റ് ടെക്നിക്കുകളിലൊക്കെ ഇത് ശരിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ചില ആധുനിക ചിന്തകൾ ഇത് ശരിയാണെന്ന് പറയും. പക്ഷേ സുവിശേഷങ്ങളിലേക്ക് നോക്കിയാൽ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ക്രിസ്തു പറയും അത് ശരിയല്ല എന്ന്. ഇത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് ഏറെ അകലെയാണ്. അവർ മനുഷ്യ നിയമങ്ങൾ കൽപ്പനകളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമ്മുടെ ഹൃദയം അവനോട് ചേർന്നാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം സഭാമാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷേ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ സഭാമാതാവ് ഇന്നത്തെ ദിവസം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിയാണ്. യഥാർത്ഥമായിട്ടുള്ള ആരാധനയാണോ ഇതെന്ന് പരിശോധിക്കാനായിട്ട് സഭാമാതാവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ക്ഷണിക്കുക. നമുക്കറിയാം, നമ്മുടെ ഓരോ ദിവസവും വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അന്നാ പെസഹ എന്ന ഗാനം ആലപിച്ചുകൊണ്ട്. രണ്ടാമതായിട്ട് ജനങ്ങൾ അതിന് മറുപടി ഇപ്രകാരം പാടും: അനുരഞ്ജിതരായി തീർന്നിടാമെന്ന്. നമ്മൾ സുവിശേഷങ്ങളിൽ ചെല്ലുമ്പോൾ ഈശോ ഇപ്രകാരം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്: നീ ബലിയർപ്പിക്കുമ്പോൾ ആരോടെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ ആ കാഴ്ച അവിടെ വെച്ച് അയാളുമായി പോയി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുക എന്ന്. നിർമ്മലമായ ഹൃദയത്തോടുകൂടെ മാത്രം അർപ്പിക്കുന്ന ബലികളാണ് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഇന്ന് ഈ വിശുദ്ധ കുർബാന നമ്മളിവിടെ അർപ്പിക്കുമ്പോൾ ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യം: നമ്മൾ അർപ്പിച്ച എത്ര ബലികൾ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായിട്ടുണ്ട്? നാം ഇന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബലി സ്വീകാര്യമാണോ ദൈവത്തിന് എന്നുള്ളതാണ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ആത്മശോധന നടത്തേണ്ടത്. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അപരനോട് നിരുപാധികം ക്ഷമിക്കാനായിട്ടാണ്. ഒരു ഉപാധിയുമില്ലാതെ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടാണ് ഈ തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, മനുഷ്യൻ എന്ന നിലയിൽ നമ്മളുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾക്ക് കുറവുകളുണ്ടാവും. മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്കറിയാം. പക്ഷേ അവരുടെ കുറവുകളും പോരായ്മകളും സമ്മതിച്ചുകൊണ്ട് തന്നെ, അവരുടെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാനായിട്ട്, അവരെ ക്ഷമിക്കാനായിട്ട്, അവരെ സ്വീകരിക്കാനായിട്ട് ഈ തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ നിമിഷവും വ്യത്യസ്തമായിട്ടുള്ള വിധത്തിലുള്ള ആളുകളോട് ഇടപെടുന്നവരാണ്. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലയിലെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇടവക സമൂഹം, ഇടവക കുടുംബം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളോട് ഇടപെടുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും എന്താണെന്ന് അറിയാൻ പറ്റും. സഭ അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുകയാണ്: കപടമായ ആരാധന നടത്താതെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള നിരുപാധികം ക്ഷമിച്ചുകൊണ്ടുള്ള ആരാധന നടത്താനായിട്ട് ഈ സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ വെറും ആചാരങ്ങൾ മാത്രമായി അവസാനിക്കാതെ പരിവർത്തനത്തിന്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് മാറാനായിട്ട്, നമ്മളെ തന്നെ സ്വയം മാറ്റിയെടുത്തുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് ഇന്ന് ഈ തിരുനാൾ നമുക്ക് കാരണമാകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗം 9-ാമത്തെ അധ്യായം ഒരുപക്ഷേ ഈ ക്രിസ്തു മതത്തിൻ്റെ ഒരു അനന്യതയെ വെളിവാക്കുന്ന നിയമങ്ങളും ആചാരങ്ങളുടെയും ആകത്തുകയാണ് മതം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ
അനുകമ്പയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആകത്തുകയാണ് മതം എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തിലൂടെ. ഈ ഒരു ഒറ്റ വാക്യം നമുക്ക് സുവിശേഷത്തിൽ പലയിടത്തും കണ്ടെത്താനായിട്ട് സാധിക്കും. അനുകമ്പയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആകത്തുകയാണ് മതം എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തു മതം എന്നുള്ളത്. ഈശോ നടത്തിയിട്ടുള്ള അത്ഭുതങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യഹൂദർ ഈശോ നടത്തിയ അത്ഭുതങ്ങൾ അതിൻ്റെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് അത് നിയമത്തിൽ സാധുതയുള്ള കാര്യമല്ല എന്ന് പ്രവചിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു ഇതാണ് ശരി, സ്നേഹമാണ് ശരി, അനുകമ്പയും കരുണയുമാണ് ശരി എന്ന് ഊന്നി ഓരോ തവണയും ഓരോ അത്ഭുതങ്ങളിലൂടെയും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ തീരുമാനങ്ങളിൽ എന്തിനാണ് പ്രാധാന്യം ഞാൻ കൂടുതലായിട്ട് നൽകുന്നത്? നിയമത്തിനാണോ അതോ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിനാണോ? നിയമത്തിനാണോ അവരനോടുള്ള സ്നേഹത്തിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് പരിശോധിക്കാനായിട്ട് ഈ തിരുനാൾ ദിവസം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ചെയ്തികൾ മാത്രമായിട്ട്, കുറച്ച് കർമ്മങ്ങൾ മാത്രമായിട്ട് നമ്മുടെ ഈ തിരുനാളുകൾ അവസാനിക്കാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലേക്ക്, ക്രിസ്തു മതത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് ഈ തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പത്രോസ്ലിഹ പറയുന്നുണ്ട്, തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും അവർ നിഷേധിക്കുകയും ചെയ്യും. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും അവർ നിഷേധിക്കുക പോലും ചെയ്യുമെന്ന്. അതായത് ക്രിസ്തുവിനെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷേ നാം സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്താം. സുവിശേഷത്തിൽ നാം നടത്തുന്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പത്രോസ്ലിഹ പറയുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള തരത്തിൽ, ഒരുപക്ഷെ നമുക്ക് സുഖകരമായിട്ടുള്ള തരത്തിൽ സുവിശേഷത്തെ പോലും വ്യാഖ്യാനിക്കാനായിട്ട് നാം തയ്യാറായേക്കാം. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്: സുവിശേഷങ്ങളിൽ ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിച്ച് ഇഷ്ടമില്ലാത്തതിനെ തള്ളിയാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സുവിശേഷത്തിലല്ല, നിങ്ങളെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. സുവിശേഷങ്ങളിൽ ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിച്ച് ഇഷ്ടമില്ലാത്തതിനെ തള്ളിയാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സുവിശേഷത്തിലല്ല, നിങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ടുള്ളതല്ല സുവിശേഷം. അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് യോജിച്ച വിധത്തിൽ വ്യാഖ്യാനിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ജീവിക്കാനായിട്ടുമുള്ളതാണ് സുവിശേഷമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമ്മളിന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിനുള്ള ഒരുക്കമാണ്. വിശുദ്ധ പ്രത്യേകിച്ച് കാവൽ മാലാഖമാർ നമുക്കറിയാം യാഥാർത്ഥ്യവും പ്രതീകവുമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ പ്രതീകമാണ് മാലാഖമാർ. അതുകൊണ്ട് നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷത്തിൽ ഏറ്റവും അധികം കാണുന്ന ഒരു വാക്യം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഈശോ ദൈവം ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് കുറവുകളും പോരായ്മകളുമുള്ള മോശയോടും ജെറമിയായോടും അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് വലിയ വിജയമുണ്ടാകുകയാണ്. വലിയ ജനപദങ്ങളെ നയിക്കാനായിട്ടുള്ള ശക്തിയും കരുത്തും ലഭിക്കുകയാണ് അവർക്ക്. അവരുടെ വേദനകളെ, അവരുടെ ദുഃഖങ്ങളെയൊക്കെ അവർക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നവരായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു വ്യക്തി കൂടി നമ്മുടെ സാന്നിധ്യത്തിലുണ്ട്, നമ്മുടെ സാമീപ്യത്തിൽ നമ്മളോടൊപ്പം ഒരാൾ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം സംരക്ഷണത്തിനായി ഒരു കാവൽ മാലാഖം കൂടെ നമുക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ മിഖായേൽ മാലാഖ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സുവിശേഷത്തിൽ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളിലും, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വ്യഥകളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. അതിനാൽ പ്രത്യാശയുള്ളവരായിട്ട് മാറാനായിട്ട് ഈ തിരുനാൾ നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ പഴയിടം ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കാനായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട് കാവൽ മാലാഖ അല്ലെങ്കിൽ വിശുദ്ധ മിഖായേൽ മാലാഖ എന്നുള്ള കാര്യം നമുക്ക് പരിഗണിക്കാം. നമ്മൾ ഈ വചന വ്യാഖ്യാന മധ്യേ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചിന്തിച്ചത്. ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയം എപ്രകാരമാണ്.
അനുരഞ്ജിതമായ ഹൃദയത്തോടു കൂടിയാണോ ഈ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ബലികളിൽ നാം പങ്കുകാരാകുന്നത്? രണ്ടാമതായിട്ട്, ക്രിസ്തുമതത്തിൻ്റെ അനന്യതയായ അനുകമ്പയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലൂടെ എത്രമാത്രം പ്രാവർത്തികമാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? മൂന്നാമതായിട്ട്, കാവൽ മാലാഖയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധ്യവും കാവൽ മാലാഖയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ എൻ്റെ എല്ലാ പ്രവൃത്തികളും അവൻ്റെ മുമ്പിലാണ് എന്നുള്ള ബോധ്യത്തിൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണയിലാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പര്യാലോചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുനാളിലെ മംഗളങ്ങളെ ഇവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.